ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് ആദ്യമായിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ വന്നു പാലക്കാട്. അപ്പോൾ കുറച്ച് നേരം പാലക്കാട് കോട്ടയം ഇരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട് വരാൻ പറഞ്ഞു. അവൾ വരെ എങ്ങനെ പോലെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ആകും. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഉപ്പിലിട്ടത് മേടിച്ചു കേട്ടോ. ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അത് കോട്ടയിൽ ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിച്ചിരുന്ന് പിന്നെ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. അവിടെ എത്ര കണ്ടാലും മതിയാകാത്തതാണ് മീനും ആമയും ദൈ ഒരു കോഴി. അങ്ങനെ കുറച്ച് നേരം ഇരുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ. ഞങ്ങൾക്ക് 11:30 എത്താൻ പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും എത്തിയപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനും അവളും കൂടി പിന്നെയും ഉപ്പിലിട്ടത് മേടിച്ച് അതും കഴിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ചത്തില്ല എന്നേ ഉള്ളൂ. കാരണം ഉപ്പിലിട്ടതിലൊരു മുളക് കിട്ടി, അത് കഴിച്ചു കേട്ടോ. അത് കഴിച്ച് ലാസ്റ്റ് എനിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ, മൊത്തത്തിൽ സീനായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഓഫീസിൽ പോയത്, ഡ്രൈവിംഗ് പഠിക്കുന്നതിൻ്റെ. അവിടെ പോയപ്പോൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ നോക്കണം, അവിടെ കുറേ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ. അങ്ങനെ അതും പഠിച്ച് എൻ്റെ അടുത്ത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എട്ടിടാനൊന്നും ഇന്ന് പഠിപ്പിച്ചില്ല, ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ബ്രേക്കൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെയാണ് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞത് ബ്രേക്ക് പിടിക്കാൻ പാടില്ലാന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വെസ്റ്റ് സൈഡിലേക്ക് പോയിട്ട്, ഇത് പുതിയതായിട്ട് വന്നതായിരുന്നു. അപ്പോൾ കയറി നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. കാരണം നമ്മുടെ ഡ്രസ്സും ചെരുപ്പൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ വില കണ്ടിട്ട് തന്നെയായിരുന്നു ഞാൻ നെട്ടി തരിച്ചത്. ഞങ്ങൾ നമ്മുടെ സ്ഥലത്തൊന്നും ഇത്ര വിലയൊന്നും ഇല്ല കേട്ടോ, പക്ഷേ സിറ്റികളിലൊക്കെ നല്ല വിലയാണ്. അങ്ങനെ ഞാൻ കുറച്ച് അതൊക്കെ നോക്കി, കാരണം എന്തായാലും കയറിയതല്ലേ, വലിയൊരു കടയാണ് കേട്ടോ. കോട്ട് സെറ്റും കളക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ റേറ്റ് എനിക്ക് കുറച്ച് കൂടുതൽ പോലെ തോന്നി. അത് എൻ്റെ മാത്രമായിരിക്കാം, പക്ഷേ ഇത് മേടിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ചെരുപ്പുകൾ എല്ലാം ഉണ്ടായിരുന്നു, ഹീൽസ് ആണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഏകദേശം ഒരു 1000, 1200, 1400 മേലെയാണ് കേട്ടോ. പിന്നെ നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ നെയിൽസ് ആർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 400, 350 രൂപയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലെ പോയിട്ടാണ്, ഇതിൻ്റെ മേലെയുണ്ട്, അവിടെ പോയിട്ട് ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് ഈ കമ്മലും ജ്വല്ലറീസ് കണ്ടത്. ഇത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തില്ല എന്നാണ് സത്യം. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടു. നേരെ ഞങ്ങൾ ഒന്നും മേടിച്ചില്ല കേട്ടോ. ഒക്കെ നല്ല വിലയായതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ലൊരു ബിരിയാണി സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ഹോട്ടലിൽ പോയില്ല, ലാസ്റ്റ് പോയി ഒരു ബിരിയാണി കടയിൽ കയറി. പക്ഷേ അവിടുത്തെ ബിരിയാണി നല്ല വിലയും ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തിരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ബിരിയാണി മേടിച്ച് ഞങ്ങൾ കഴിച്ചു. പിന്നെ അവളുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് ഞാൻ കുറേ നേരം പോസ്റ്റായിരുന്നു, കാരണം എൻ്റെ ബസ് വരെ ഇനി സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബസ്സിൽ വരുമ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞു, അതാണ് എൻ്റെ മുടിയും മുഖവും ഇങ്ങനെ കേട്ടോ. അപ്പോൾ ചാനൽ ആരും പുതിയതായിട്ട് കാണാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ